blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് കാണുവാൻ സമയം നോക്കി ട്യൂൺ ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഇതുവരെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് അറിയാത്തവരോട് നിങ്ങൾ പറയണം, അവരും അനുഗ്രഹിക്കപ്പെട്ട ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം പലരും കാണട്ടെ. അവർക്കെല്ലാം അനുഗ്രഹത്തിൻ്റെ നിറവ് ഉണ്ടാകട്ടെ. നമുക്ക് ഈ സമയത്ത് നന്ദിയുള്ളൊരു ഹൃദയത്തോടെ കർത്താവിന് നന്ദി പറയുമ്പോൾ തന്നെ ഇന്നത്തെ ഈ ടെലികാസ്റ്റ് പോസിബിൾ ആക്കി തീർത്ത സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അവർ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒട്ടനവധി സ്പോൺസേഴ്സിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ അവരെ യേശു ഒത്തിരി സ്നേഹിക്കുന്നു. അനേകർക്ക് അവരൊരു അനുഗ്രഹമായി മാറുകയാണ്. നമുക്ക് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ബാംഗ്ലൂരിൽ നിന്നുള്ള ഉദയ് മാധവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് തൻ്റെ മകൻ ആൽവിൻ സി ഉദയുടെ ബർത്ത്ഡേ ആണല്ലോ. ഞങ്ങൾ ചേർന്ന് കർത്താവെ ആൽവിനെ അനുഗ്രഹിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ, ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. ഉദയ് എന്ന ഈ സഹോദരനായി പ്രാർത്ഥിക്കുന്നു. തനിക്ക് കർത്താവെ കൂടുതൽ ശമ്പളത്തിൽ കൂടുതൽ നല്ല ഒരു ജോലി ലഭിക്കട്ടെ, നല്ലൊരു ഭവനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യ ജാസ്മിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ സഹോദരിക്കും വളരെ നല്ല ജോലിയും കർത്താവ് അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. തൻ്റെ സ്റ്റഡീസിനെ ബ്ലെസ് ചെയ്യുന്നു. ഈ കുടുംബത്തെ മുഴുവൻ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആൻഡ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ആൽവിൻ. അടുത്ത സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. സൂസൻ ആൻഡ് പ്രേം, അതുകൂടാതെ വത്സമ്മ ആൻഡ് ജോൺ ഫ്രം തിരുവല്ല. ഞങ്ങൾ ചേർന്ന് കർത്താവെ ഇവരെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, സൂസൻ എന്ന ഈ സഹോദരിയുടെ മകൾ ഹെൽഗയുടെ ബർത്ത്ഡേ ആണല്ലോ. ഞങ്ങളെല്ലാവരും ചേർന്ന് ഹെൽഗ മോളെ അനുഗ്രഹിക്കുന്നു. ആ മോളുടെ സ്പീച്ച് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. സൂസനും അമ്മ വത്സമ്മയ്ക്കുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇരുവർക്കും ഭവനങ്ങൾ ലഭിക്കേണ്ടതിനായി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സൂസൻ്റെ ബ്രദർ ജെറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തനിക്ക് നല്ല ഒരു ജോലി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. വത്സമ്മയുടെ ഹസ്ബൻഡ് ജോണിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മദ്യപാനത്തിനുള്ള സമ്പൂർണമായ വിമോചനം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ അങ്ങ് ഏറ്റവും അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Many, many happy returns of the day, Helga Mall. Jesus loves you so much. And thank you, sponsors, for sponsoring today's episode. ഈ മാതാവിൻ്റെ പേര് എലിയാമ്മ. അമ്മച്ചിക്ക് 69 വയസ്സുണ്ട്. ഏകദേശം ഈ അമ്മച്ചിയുടെ ആയുസിൻ്റെ പകുതിയോളം ഉള്ള ഒരു അസുഖത്തിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അമ്മച്ചിക്ക് 30 വർഷങ്ങൾക്ക് മുൻപ് അമ്മച്ചിക്ക് ചുമ തുടങ്ങിയതാണ്. ചുമയുടെ കാരണങ്ങൾ നോക്കിയപ്പോൾ ഈ ചൂട്, തണുപ്പ്, പൊടി, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നത്, ഇത് എന്ത് പ്രശ്നം വന്നാലും അപ്പം തന്നെ അമ്മച്ചിക്ക് ചുമ തുടങ്ങും. അമ്മച്ചി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു ENT ഡോക്ടർ, അതുപോലെ ഒരു ഹോമിയോ ഡോക്ടർ, അതുപോലെ തന്നെ ഒരു ഫിസിഷ്യൻ
3 ഡോക്ടർമാരുടെ മരുന്നുകൾ മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അമ്മച്ചി. അപ്പോൾ ഈ മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് അമ്മച്ചിക്ക് താൽക്കാലിക ശമനം കിട്ടും, എന്നാൽ പിന്നെയും അത് കൂടും, പിന്നെയും ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കഴിഞ്ഞ ജൂൺ മാസം 7-ാം തീയതി കറക്റ്റ് അമ്മച്ചി ആ ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ജൂൺ മാസം 7-ാം തീയതി ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ ആ TV പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ TVയിലൂടെ ഇങ്ങനെ പറഞ്ഞു, ലങ്സിനകത്ത് വെള്ളം കെട്ടിയിട്ട് ചുമയും അതുപോലെ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. വലിയ വിടുതലുകൾ, അതുപോലെ ലങ്സിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു രോഗം ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ സൗഖ്യമാകുന്നു. In Jesus name. അന്ന് മുതൽ ഇന്ന് വരെ കഴിഞ്ഞ 5 മാസത്തിനിടക്ക് ഒരു മരുന്ന് പോലും എടുക്കാതെ അമ്മച്ചിയുടെ ചുമ പരിപൂർണമായും കർത്താവ് സൗഖ്യമാക്കി. 3 ഡോക്ടർമാരുടെ മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും തനിക്കൊരു ശമനം ഉണ്ടായിരുന്നില്ല. അത് കഴിക്കുമ്പോൾ മാത്രമേ ശമനം കിട്ടിയിരുന്നുള്ളൂ. എന്നാൽ ആ TV പ്രോഗ്രാമിൽ ബ്രദർ അങ്ങനെ പറഞ്ഞ ആ നിമിഷം മുതൽ ഇതുവരെ അമ്മച്ചി കഴിച്ചിട്ടില്ല. അമ്മച്ചി പറഞ്ഞ അതിനുശേഷം ഇതുവരെ തനിക്ക് യാതൊരുവിധ ചുമയോ അതുപോലെയുള്ള അലർജിക്കായിട്ടുള്ള ഒരു പ്രശ്നമോ ഇതുവരെ സംഭവിച്ചിട്ടില്ല. കർത്താവെ, ഈ സൗഖ്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എത്ര പേർ കൈകൾ ഉയർത്തിപ്പിടിച്ച് യേശുവിന് നന്ദി പറയും? ആ നന്ദി പറയുന്നതോട് ചേർന്ന് ഈ സമയത്ത് ഇതുപോലെ രോഗം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ മാതാവിനോട് ചേർന്ന് ഈ പ്രായത്തിൽ കർത്താവെ, ഈ പതിറ്റാണ്ടുകൾ നിന്ന രോഗത്തിൽ നിന്നും ഈ മാതാവിനെ വിടുവിച്ചതിനാൽ നന്ദി പറയുന്നു. കർത്താവെ, അപ്പോൾ തന്നെ ഈ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങ് തൊടണമേ. ഈ സാക്ഷ്യം കാണുന്ന ഓരോരുത്തരും ജീവിതത്തിലേക്ക് അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ വന്ന് ചേരട്ടെ. ദൈവിക വിടുതലുകൾ വരട്ടെ. പ്രത്യേകിച്ച് അപസ്മാര രോഗമുള്ള ചില വ്യക്തികൾ ഈ പ്രാർത്ഥനയുടെ സമയത്ത് സൗഖ്യമാകുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. അതിനുവേണ്ടി ഒത്തിരി മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ ശമനമില്ലാത്ത അപസ്മാരം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. നാനാവിധ രോഗങ്ങൾ, പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ വിടുതലുകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഈ മാതാവിനെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ആമേൻ. ഇനി നമ്മൾ ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം, ആ സന്തോഷ വാർത്ത ഒരിക്കൽ കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസിൽ നിന്നും ഉള്ളൊരു പുതിയ റിലീസ് ആണ് സെർമൺ നോട്ട് കീപ്പർ. ആ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡിൽ ഞാൻ പറയും, കേൾക്കുന്ന വചനങ്ങൾ എഴുതിയെടുക്കണം. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അതിനു വേണ്ടി സ്പെഷ്യലായി ഒരു പുസ്തകം ഇറക്കണം. സ്റ്റേഷനറി കടകളിൽ ചെന്നാൽ നോട്ട്ബുക്ക് കിട്ടും, പക്ഷേ ദൈവത്തിൻ്റെ വചനം എഴുതാൻ വേണ്ടി ഒരു പുസ്തകം, അതിനുവേണ്ടി മാത്രമായി. അതാണ് സെർമൺ നോട്ട് കീപ്പർ. ഇതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതി, പേരും അഡ്രസ്സും ടെലഫോൺ നമ്പറും എല്ലാം എഴുതി സൂക്ഷിക്കാൻ സ്ഥലമുണ്ട്. ഓരോ പുസ്തകത്തിനും ഓരോ നമ്പർ കൊടുക്കാം. കാരണം ഒത്തിരി പുസ്തകങ്ങൾ ഞാൻ പണ്ട് മുതലേ അങ്ങനെ എഴുതി ശീലിച്ച ഒരാളാണ്. ബുക്ക് നമ്പർ, സബ്ജക്റ്റ് എല്ലാം കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു ആബാ ഫാദർ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോടുള്ള വചനത്തിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞാൽ ഇൻഡെക്സ് പേജുകളുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് എഴുതുന്ന വചന സന്ദേശങ്ങൾ എന്തെല്ലാമാണ്, ഒരു പ്രസംഗത്തിൻ്റെ തലക്കെട്ട്, അത് നിങ്ങൾക്ക് ഇവിടെ ഓരോന്നും എഴുതുവാൻ പേജുകളുണ്ട്. സ്ഥലം ഇട്ടിട്ടുണ്ട്, ആ സന്ദേശം കേൾക്കുന്ന തീയതി, സന്ദേശത്തിൻ്റെ പേര്, സന്ദേശം പറഞ്ഞ സ്പീക്കറുടെ പേര്, പേജ് നമ്പർ എവിടെയാണ്. അപ്പോൾ പല സന്ദേശങ്ങൾ നിങ്ങൾ കേട്ട് എഴുതി റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ആ ഡേറ്റ് വെച്ച് നിങ്ങൾക്ക് നോക്കിയെടുക്കാം. അല്ലെങ്കിൽ പേജ് നമ്പർ നോക്കി ഇപ്പുറത്തേക്ക് നമുക്ക് വേഗത്തിൽ എടുക്കാൻ കഴിയും. ഇൻഡെക്സ് പേജുകൾ കഴിഞ്ഞാൽ ഇതിനകത്ത് സന്ദേശങ്ങൾ എഴുതാനുള്ള പേജുകളാണ്. ആ പേജിൽ പേജ് നമ്പർ ഇടാം. ആരാണോ പ്രസംഗിക്കുന്നത്, സന്ദേശം പറയുന്ന അയാളുടെ പേരെഴുതാം. താഴെ സന്ദേശത്തിൻ്റെ പേരെഴുതാം, ഡേറ്റ് എഴുതാം. ഇങ്ങനെ എഴുതുവാൻ കുറേ അധികം പേജുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കോപ്പികൾ നിങ്ങൾ തീർച്ചയായും കരസ്ഥമാക്കണം. വീട്ടിൽ ഒരാളല്ല, ഓരോരുത്തരും കരസ്ഥമാക്കണം. എന്നിട്ട് ഇന്ന് മുതൽ അടുക്കും ചിട്ടയോടുകൂടെ ഡിസിപ്ലിൻഡായി വചനം കേൾക്കുമ്പോൾ അതെല്ലാം കുറിച്ച് വെച്ച് വീണ്ടും അത് അയവിറക്കി പഠിച്ച് പോകുമെങ്കിൽ വചനത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് ഒരുവിധ കാറ്റ് വന്നാൽ ഇളകാത്ത ശക്തിയുള്ള ദൈവത്തിൻ്റെ വൃക്ഷങ്ങളായി നിൽക്കാൻ എല്ലാവരെയും
കർത്താവ് സഹായിക്കും. ഇന്നലെ കേട്ട സന്ദേശത്തിൻ്റെ ബാക്കി ഭാഗമാണ് തുടർന്ന് കേൾക്കാൻ പോകുന്നത്. ഇതിൻ്റെ കോപ്പികൾ ആവശ്യമുള്ളവർ സ്ക്രീനിലെ നമ്പറുകളിൽ ഇതിന് ശേഷം സന്ദേശം കേട്ട ശേഷം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തെ 1 കൊരിന്ത്യർ 9 അധ്യായം 27 വാക്യവും അതിനു മുൻപും താഴെയുമുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ ജീവിതത്തെ തന്നെ, വിശ്വാസ ജീവിതത്തെ തന്നെ ഒരു ഓട്ടം ആയിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. ഒരു വലിയ ഓട്ടമത്സരമാണ്. ഓട്ടമത്സരം നടക്കുകയാണ്. ഓട്ടമത്സരം നടക്കുമ്പോൾ ചിലരൊക്കെ അതിനിടയിൽ തോൽവി സംബന്ധിച്ച് മാറിക്കളയും. ഈ ഓട്ടം പൂർത്തിയാക്കാതെ മാറിക്കളയും. ചിലർ കാലുകൾ ഉളുക്കി അങ്ങനെ ട്രാക്കിൽ വീണ് ചിലർ മാറിക്കളയും. ചിലരിതിനിടയിൽ തളർന്ന് പിന്മാറും. എന്നാൽ ഒരു കാര്യം അറിയാമോ? ആ തുടങ്ങുന്ന ലൈനിൽ നിന്നും ആ വിസിലടി കേൾക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഓടും. എന്നാൽ ഫിനിഷിംഗ് ലൈനിലെത്തുമ്പോൾ എത്ര പേർ കാണും? കുറേ പേരുണ്ടാവില്ല. ഒരാൾ ഒന്നാമതെത്തും, ഫസ്റ്റ് പ്രൈസ് നേടും. ജീവിതമാകുന്ന ഓട്ടത്തിൽ ആ ഫിനിഷിംഗ് ലൈനിൽ കാത്തു നിൽക്കുന്നത് ആരാണെന്നറിയാമോ? നമ്മുടെ യേശുവാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശു ആ ഫിനിഷിംഗ് ലൈനിൽ അവർ കാത്തു നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഓരോരുത്തരും ഓടുമ്പോൾ, മടുപ്പ് അകത്തു വന്നാൽ പോലും അതിനെ വകവയ്ക്കാതെ ഓടുമ്പോൾ യേശു അവിടെ ചെയ്യുന്നത് എന്തെന്നറിയാമോ? നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാൻ കൈകൾ അടിച്ച് ആപ്പ് 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 യേശു അവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ എത്തുന്നത് വരെ അവൻ നമുക്ക് പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കും. എന്നാൽ ആരെങ്കിലും വേണ്ട എന്ന് വെച്ചാൽ അവർക്ക് പോകാം. മാനുഷികമായി നമ്മൾ തളർന്നു പോകുന്നു, ഇത് മതി, എനിക്കിനി പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ യേശു പറയുന്നത് പോരാ പോരാ പോരാ, അല്പം കൂടെ ഉത്സാഹിച്ചോടിയാൽ നീ ആ ഫിനിഷിംഗ് ലൈനിൽ എത്തിച്ചേരും. ഞാൻ അവിടെ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് പിന്മാറി പോകരുത്, ഇടയ്ക്ക് വെച്ച് മാറി പൊക്കളയരുത്, പരാജയം സമ്മതിക്കരുത്. അവിടെ വരെ എത്തുവാൻ ഞാൻ നിന്നെ സഹായിക്കും. കാരണം ഈ ഓട്ടം മുഴുവൻ ഓടി തികച്ചവനാണ് ഞാൻ. കൈകൾ വീശി ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ഗോഡ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വിന്നിങ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. ജയം എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്. തോൽവി സമ്മതിക്കാത്തിടത്തോളം നീ ജയാളിയാണ്. തോൽവി സമ്മതിച്ചു കൊടുത്താൽ നീ തോറ്റ വ്യക്തിയായി മാറും. ഒരു ഭാഗം കൂടെ അപ്പസ്തോല പ്രവൃത്തികളിൽ നിന്ന് വായിക്കാം. അപ്പസ്തോല പ്രവൃത്തികൾ 28 അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പസ്തോല പ്രവൃത്തികൾ 28 3 മുതൽ 6 വരെ. പൗലോസ് ഒരു കെട്ട് ചുള്ളിക്കമ്പുകൾ ശേഖരിച്ച് തീയിലേക്കിടുമ്പോൾ ഒരണലി ചൂടുകൊണ്ട് പുറത്തു ചാടി അദ്ദേഹത്തിന്റെ കയ്യിൽ ചുറ്റി. ഇനി വായിക്കുന്നതിന് മുൻപ് താഴെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കാം. അതിന് മുമ്പ് ഒരല്പം ചരിത്രം ഞാൻ പറഞ്ഞോട്ടെ. ഇതിന്റെ സാഹചര്യം, ഇതിന്റെ പശ്ചാത്തലം. പൗലോസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ അവസാനത്തെ അധ്യായത്തിലേക്ക് വന്നിരിക്കുകയാണ്. 27 അധ്യായം വായിക്കുമ്പോൾ പൗലോസ് അവസാനമായി യാത്ര ചെയ്യുന്ന ആ കപ്പലിൽ ഒരു സംഭവം ഉണ്ടായി. ആ കപ്പൽ ഒരു കാറ്റിലും കോളിലും പെട്ട് കപ്പൽ ഛേദം സംഭവിച്ചു. കപ്പൽ തകർന്നു പോവുകയാണ്. അങ്ങനെ ചില പലകകളിൽ പിടിച്ച് അതിലുണ്ടായിരുന്ന ഏകദേശം 276 പേർ കപ്പലിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു, പൗലോസിനെ കൂടാതെ. അങ്ങനെ അവരെല്ലാവരും അവിടെ ഒരു ദ്വീപിൽ എങ്ങനെയൊക്കെയോ തുഴഞ്ഞു ചെന്ന് ഒരാൾ പോലും ആ വെള്ളത്തിൽ മുങ്ങിച്ചാകാതെ എല്ലാവരും രക്ഷപ്പെട്ടു. അതിനു മുമ്പ് തലേ രാത്രിയിൽ ദൈവം അവന് പ്രത്യക്ഷനായി എല്ലാവരും നശിച്ചു പോകാതെ അവരെ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നുള്ള ആശ്വാസ വചനങ്ങൾ, ശക്തീകരണം എല്ലാം പറഞ്ഞു. അവസാനം ഇവരെല്ലാവരും ഒരു ദ്വീപിൽ കയറി അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ആ ദ്വീപ് നിവാസികളെല്ലാം കൂടെ അവിടെ കൂടി വന്നു. കാരണം കപ്പൽ തകർന്ന് ഇത്രയും വലിയൊരു ആൾക്കൂട്ടം ദ്വീപിലേക്ക് പെട്ടെന്ന് വന്നിരിക്കുകയാണ്. ആ ദ്വീപ് വാസികളെല്ലാം അവിടെ കൂട്ടം കൂടിയിരിക്കുകയാണ്. ഈ സമയത്ത് ഇവരെല്ലാവരും വെള്ളത്തിൽ മണിക്കൂറുകൾ കിടന്ന് ശരീരം മുഴുവൻ വിറച്ച്, ശരീരം ചൂടാക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും കുറച്ച് തീ കാഞ്ഞ് ആ ശരീരത്തിന് വാംത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ഇവിടെ സംഭവിക്കുന്നത്. ചുള്ളിക്കമ്പുകൾ എടുത്ത് ആ തീയിലേക്കിടുന്ന സമയത്ത് അതിൽ നിന്നും ഒരു അണലിപ്പാമ്പ് പുറത്തേക്ക് ചാടി
പൗലോസിന്റെ കയ്യിൽ വരിഞ്ഞു ചുറ്റി. നോക്കൂ, ഒരു വലിയ കപ്പൽ ഛേദത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഒരു പാമ്പ് വന്ന് കയ്യിൽ ചുറ്റിരിക്കുകയാണ്. ഒന്നിന് പിറകെ ഒന്നാകെ പ്രശ്നങ്ങൾ പൗലോസിന്റെ ജീവിതത്തിൽ തൻ്റെ ശുശ്രൂഷയിൽ വന്ന് പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും വലിയൊരു അപ്പസ്തോലനല്ലേ, ഇത്രയും വലിയൊരു ദൈവപുരുഷനല്ലേ, ദൈവം എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് തന്നെ രക്ഷിക്കാതിരുന്നത്? ഒരു കാര്യം ഓർക്കുക, മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരും. യേശു കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനുശേഷം എന്താ സംഭവിച്ചത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ഭാഗം വായിക്കാം. ഇങ്ങനെ പൗലോസിന്റെ കയ്യിൽ പാമ്പ് തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് ദ്വീപ് നിവാസികൾ ഈ മനുഷ്യൻ തീർച്ചയായും ഒരു കൊലപാതകനാണ്, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി ഇയാളെ ജീവിക്കുവാൻ അനുവദിക്കുന്നില്ലല്ലോ. അവിടെയുള്ള ആളുകൾ അപ്പോൾ തന്നെ കമന്റ് പറയാൻ തുടങ്ങി. ഇതാ കപ്പൽ ഛേദത്തിൽപ്പെട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കരയിൽ കയറി ചെന്നപ്പോൾ ഇതാ അണലിപ്പാമ്പ് തന്നെ ചുറ്റിയിരിക്കുന്നു. അതിന്റെ അർത്ഥം ഈ വ്യക്തി ഒരു ക്രിമിനൽ ആയിരിക്കും, ഒരു കൊലപാതകയായിരിക്കും. മാത്രമല്ല നീതിദേവി ഇയാളെ വിടാത്തതാണ്. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ചുറ്റും കേൾക്കുകയാണ്. അടുത്തത് വായിക്കാം. എന്നാൽ പൗലോസ് ആ പാമ്പിനെ തീയിലേക്ക് ചുമ്മാ കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും സംഭവിച്ചില്ല, ഒരു ദോഷവും അവന് സംഭവിച്ചതുമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള സന്ദേശം ഇതാണ്. ഇതുപോലെ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ ആകെ ചെയ്യേണ്ടത് അതിനങ്ങ് കുടഞ്ഞു കളയുക. ദാറ്റ്സ് ഓൾ. ഹല്ലേലൂയ. രോഗമാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളാകാം. പൗലോസ് ചെയ്തതുപോലെ അതിനെ ജീവിതത്തിൽ നിന്നും കുടഞ്ഞു കളയാൻ, അത് നമ്മെ വരിഞ്ഞ് മുറുക്കി, അത് നമ്മെ കടിച്ച് വിഷാംശം അകത്ത് പോകാൻ സമ്മതിക്കരുത്. അതിനു മുൻപേ ആ പ്രശ്നത്തെ കുടഞ്ഞു കളയുക. അത് തീയിൽ വെന്ത് അത് ചാമ്പലായി പൊക്കോളും. എത്ര പേർ ഹല്ലേലൂയ പറയും? പൗലോസ് അപ്പോസ്തലന്റെ ആ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവൻ്റെ മനോഭാവത്തെ നമ്മൾ മനസ്സിലാക്കണം. ആദ്യം നമ്മൾ വായിച്ചത് ഇതാണ്: നമുക്ക് ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനും ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അത് പറയാനുള്ള കാരണം തൻ്റെ ജീവിതത്തിൽ തന്നെ അതുപോലെ ഏത് പ്രശ്നം വന്നാലും അതിനെ കുടഞ്ഞു കളയുവാൻ. നിങ്ങളൊരു കാര്യം ഓർക്കുന്നുണ്ടോ? ആ കപ്പലിനകത്ത് ഇവരെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ആരും ഭക്ഷണം കഴിക്കുന്നില്ല, ആരും ഷേവ് ചെയ്യുന്നില്ല, ആരും ഉറങ്ങുന്നില്ല, സൂര്യനെ കണ്ടുകൂടാ, ഇരുൾ മാത്രമാണ്, 2 ആഴ്ചയുള്ള ഇരുൾ മാത്രമാണ്, സൂര്യപ്രകാശം എന്താണെന്ന് പോലും അറിയില്ല. അത്രയും പ്രയാസപ്പെടുമ്പോഴും പൗലോസ് ചെയ്തത് തൻ്റെ ദൈവത്തോട് താൻ ആ ഇരുളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ യേശു കർത്താവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ആരും നശിച്ചു പോകില്ല, കപ്പൽ നശിച്ചു പോകും, പക്ഷെ മനുഷ്യരാരും നശിച്ചു പോകുകയില്ല. ഈ ഒരു പ്രത്യേക സന്ദേശമാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ പലതും തകർന്നെന്നിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഒരു ഹാനിയും വരികയില്ല. നിങ്ങളൊരു രോമം പോലും പോകാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. കാരണം കർത്താവ് നമ്മെ അവൻ്റെ ഉള്ളംകരത്തിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കൈകൾ ഉയർത്തിപ്പിടിച്ച് പറയാമോ? എന്തിന് നാശം സംഭവിച്ചാലും, ഉറക്കെ പറയാമോ? എന്തിനെല്ലാം നാശം സംഭവിച്ചാലും എനിക്ക് ഒരു ദോഷവും വരികയില്ല. കാരണം സ്വർഗത്തിലെ ദൈവം എന്നെ കാത്ത് പരിപാലിക്കുന്നു. ഒരിക്കൽ കൂടെ കൈകൾ തട്ടി യേശുവിന് നന്ദി പറയാമോ? ഉറക്കെ ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ശബ്ദത്തിൽ ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ഗോഡ്. 1 കൊരിന്ത്യർ 13-ാമത്തെ വാക്യത്തിലാണ് നിത്യതയോളം നമ്മോടൊപ്പം നിൽക്കുന്ന ധനമാഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് എന്നേക്കും നിലനിൽക്കുന്നതായി പറഞ്ഞിരിക്കുന്നത്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് 3ഉം നമ്മോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഈ 3 കാര്യങ്ങൾ നമ്മൾ നിന്നും ഉതിർന്നു പോകാൻ, നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കരുത്. എന്ന് വെച്ചാൽ ഏത് പ്രശ്നത്തിലൂടെ പോയാലും വിശ്വാസം ചോർന്നു പോകരുത്. കഴിഞ്ഞ ദിവസങ്ങൾ ചിലർ എന്നോട് വന്ന് പറഞ്ഞു, പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റുമോ? എൻ്റെ വിശ്വാസം ചോർന്നു പോകുന്നു, നിലനിൽക്കുമോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു.
ചിലർ വന്ന് എന്നോട് പറഞ്ഞതാണ്. പക്ഷെ കർത്താവ് എന്താ പറയുന്നത്? ഇല്ല, നിന്നുള്ള വിശ്വാസം ചോർന്നു പോകാൻ സമ്മതിക്കുകയില്ല. ആകെ ചെയ്യേണ്ടത് വിശ്വാസത്തിന്റെ നായകനിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. രണ്ടാമതായി പറയുന്നത് പ്രത്യാശയാണ്. പ്രത്യാശ എന്നിവിടെ പറയുന്നത് ജീവനുള്ള പ്രത്യാശയാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഡെഡ് ഹോപ്പ് ബട്ട് എ ലിവിങ് ഹോപ്പ്. എന്ന് വെച്ചാൽ ഇന്നത്തെ എൻ്റെ അവസ്ഥ കർത്താവ് മാറ്റും. അങ്ങനെ എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തിനുള്ള ശക്തിയുണ്ട്. ഇന്നത്തെ അവസ്ഥകൾ കർത്താവ് മാറ്റും. നാളുകളിൽ ഇന്നത്തേതിനേക്കാൾ ഉയരങ്ങളിലേക്ക് കർത്താവിനെ കൊണ്ടുപോകും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഇന്നത്തെ ദാരിദ്ര്യം മാറിപ്പോകും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇന്നത്തേതിനേക്കാൾ ആത്മീയമായി ഞാൻ ഉയരാൻ പോകുകയാണ്. കഴുകനെ പോലെ ചിറകടിച്ചുയരും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഇതാണ് പ്രത്യാശ. എന്നാൽ നിരാശയാണെങ്കിൽ ഇതൊന്നും നന്നാകാൻ പോകുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെ തീരും, ഇതിനേക്കാൾ മുടിഞ്ഞു പോകും, ആളുകളെല്ലാം എന്നെ കളിയാക്കും, ഞാൻ ഇങ്ങനെ തീരും. അതാണ് നിരാശ. എന്നാൽ യേശു നമ്മുടെ അകത്തേക്ക് തരുന്നത് നിരാശയല്ല. നിരാശ എടുത്തു മാറ്റി അവന്റെ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് അവൻ കുത്തി നിറയ്ക്കുകയാണ്. പ്രൈസ് ഗോഡ്. ദാറ്റ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. വിശ്വാസം ഹൃദയങ്ങളിലേക്ക് കർത്താവ് പകരുന്നു. പ്രത്യാശ ഹൃദയങ്ങളിലേക്ക് കർത്താവ് പകരുന്നു. റോമാലേഖനം 5:5 പ്രകാരം വിശ്വാസത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ അവൻ പകരുന്നു. ഇത് കൂടാതെ ഒരു കാര്യമുണ്ട്, സ്നേഹം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് മാനുഷിക സ്നേഹമല്ല, ദൈവസ്നേഹമാണ്. പരിശുദ്ധാത്മാവിൽ നിന്നും വരുന്ന ദൈവസ്നേഹം. ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. ഫെയ്ത്ത് മേക്സ് എവറിത്തിങ് പോസിബിൾ. കർത്താവ് പറഞ്ഞത്, വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. ഒരു നിമിഷം എന്നെ ശ്രദ്ധിക്കാമോ? കണ്ണു തുറന്ന് എന്നെ ഒന്ന് നോക്കാമോ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അസാധ്യമായി നിൽക്കുന്ന എന്ത് കാര്യമുണ്ടോ അതിനെ സാധ്യമാക്കുന്നത് നിങ്ങളുടെ അകത്തുള്ള വിശ്വാസമാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞ വിശ്വാസം. കൈകളെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞാൽ, വിശ്വാസം അസാധ്യമായതിനെ സാധ്യമാക്കി തീർക്കുന്നു. എന്നാൽ പ്രത്യാശ അകത്തുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഹോപ്പ് മേക്സ് എവറിത്തിങ് വർക്ക്. നമ്മുടെ അകത്ത് പ്രത്യാശയുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അത് പ്രവർത്തന തലത്തിലേക്ക് കൊണ്ടുവരും, അതിനെ പ്രാവർത്തികമാക്കാൻ തുടങ്ങും. അതാണ് പ്രത്യാശ നമ്മൾ ചെയ്യുന്നത്. പ്രത്യാശയെ അടിസ്ഥാനമാക്കി പല കാര്യങ്ങളും നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ ലവ് മേക്സ് എവറിത്തിങ് ഈസി. ദൈവസ്നേഹത്താൽ നമ്മൾ നിറഞ്ഞിരിക്കുകയാണെങ്കിലോ ദൈവസ്നേഹത്താൽ സകലവും എളുപ്പമായി തീരും. 3 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത്. ഒന്ന്, വിശ്വാസം. വിശ്വാസം സകലവും സാധ്യമാക്കി തീർക്കുന്നു. പ്രത്യാശ സകലവും പ്രാവർത്തികമാക്കി തീർക്കുന്നു. അങ്ങനെയെങ്കിൽ സ്നേഹമോ സകലവും എളുപ്പമാക്കി തീർക്കുന്നു. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കും നീ വലിയവനാണ്, അത്ഭുതങ്ങൾ അദൃശ്യമായി നിന്നുകൊണ്ട് ചെയ്യുന്നവനാണ്. കർത്താവെ, നിൻ്റെ കരം ഈ സമയത്ത് ഓരോ വ്യക്തികളുടെ മേൽ വന്നു ചേരട്ടെ. ഈ സമയത്ത് കഴുത്തിൻ്റെ എല്ലുകൾക്ക് തേയ്മാനമുള്ള ജെസ്സി എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഞാനിത് പറയുന്ന സമയത്ത് തന്നെ കഴുത്തിൽ എന്തോ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാകട്ടെ. അതുപോലെ ഗർഭാശയത്തിനകത്ത് മുഴകളുള്ള ചില സഹോദരിമാർ സൗഖ്യമാകുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. വയറിനകത്തുള്ള അൾസർ സൗഖ്യമാകട്ടെ. കരളിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഹൈ BP നോർമൽ ആകട്ടെ. ലോ BP നോർമൽ ആകട്ടെ. തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കണ്ണുകളുടെ കാഴ്ച തിരികെ വരട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ദൈവിക വിടുതലുകൾ ഓരോ വ്യക്തികളിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയും. ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി ഇപ്പോൾ തന്നെ വിടുതലുകൾ സ്വീകരിക്കാൻ തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കാൻ തുടങ്ങുക.
താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന അത്ഭുതകരമായി മെഡിക്കൽ സയൻസ് എന്ത് പറഞ്ഞാലും പൊതു അഭിപ്രായം എന്തായിരുന്നാലും അത്ഭുതകരമായി രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. അസ്ഥികളിലെ രോഗങ്ങൾ മാറിപ്പോട്ടെ, പ്രത്യേകിച്ച് ബോൺ മാരോ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അലർജികൾ മാറിപ്പോകട്ടെ. ഏത് രോഗമായിരുന്നാലും വിശ്വസിക്കുക, ദൈവിക വിടുതലുകൾ ഇപ്പോൾ കർത്താവെ അങ്ങ് നൽകിയതിനാൽ നന്ദി. ഇൻ ജീസസ് നെയിം ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഈ വെള്ളിയാഴ്ച ചെന്നൈയിലാണ്, ശനിയാഴ്ച ബാംഗ്ലൂരിലാണ്. രണ്ടിൻ്റെയും അഡ്രസ്സ് നോക്കി ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വരിക. ഡിസംബർ 31 ഈ വർഷത്തിൻ്റെ അവസാന ദിവസം രാത്രിയിൽ നമുക്ക് പ്രത്യേകിച്ച് മീറ്റിങ്ങുകളുണ്ട്. ഗോഡ് ബ്ലെസ് യു. നാളത്തെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം, ദാവീദിന്റെ വാർദ്ധക്യത്തിൽ അവനെ ശുശ്രൂഷിച്ച ശൂന്യംകാരത്തി ആര്? വിച്ച് ശൂനമൈറ്റ് സെർവ്ഡ് ഡേവിഡ് ഇൻ ഹിസ് ഓൾ ഡേയ്സ്? ഓപ്ഷൻസ്: എ അബിഗയിൽ, ബി മീഗൾ, സി ബത്സേബ, ഡി അഭിഷേക്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് VT സ്പേസ് ഓപ്ഷൻ A, B, C or D. ഫൈൻ ബുക്സ് തരുന്ന സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.